പ്രാദേശിക വാർത്തകൾ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം കുമ്പളങ്ങിയിൽ നിന്നുമാണ് പ്രതിയായ ആലപ്പുഴ മണ്ണംചേരി സ്വദേശി പനയിൽ വീട്ടിൽ 29 വയസ്സുള്ള നസീബിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട കാര്യകുളങ്ങര സ്വദേശി കൊളൈക്കാട്ടിൽ വീട്ടിൽ രാകേഷാണ് തട്ടിപ്പിന് ഇരയായത്. വാട്സാപ്പിൽ ലഭിച്ച സന്ദേശം വിശ്വസിച്ച് പ്രതികൾ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് രാകേഷ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാകുന്നത്. ഈ ഗ്രൂപ്പിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് വെബ്സൈറ്റ് ട്രേഡിംഗ് നടത്തിയ രാകേഷിൽ നിന്നും 2025 ജനുവരി 19നും 21നും ഇടയിൽ 10,1780 രൂപയാണ് പ്രതികൾ കൈക്കലാക്കിയത്. ട്രേഡിംഗ് സൈറ്റിൽ 15 ലക്ഷം രൂപ ബാലൻസ് ഉള്ളതായി കാണിച്ചപ്പോൾ പണം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇക്കാര്യം ടെലിഗ്രാം വഴി അറിയിച്ചപ്പോൾ പണം പിൻവലിക്കാൻ ടാക്സ് ഇനത്തിൽ 6 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പാണെന്ന് രാകേഷിന് മനസ്സിലാകുന്നത്. തുടർന്ന് ഓൺലൈൻ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. തട്ടിപ്പ് പണം കൈമാറ്റം ചെയ്യുന്നതിനായി സ്വന്തം ബാങ്ക് അക്കൗണ്ട് പ്രധാന പ്രതികൾക്ക് നൽകി 10,000 രൂപ കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് നസീബിനെ ഈ കേസിൽ പ്രതി ചേർത്തത്. നസീബിന്റെ ബാങ്ക് അക്കൗണ്ട് മുഖേന രാകേഷിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്നും 5,80,600 രൂപയാണ് കൈമാറ്റം ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജിനേഷ് KJ, SI MA മുഹമ്മദ് റാഷി, ASI KK പ്രകാശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ MS സുജിത് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭ 38-ാം വാർഡിൽ വാതിൽമാടം സങ്കേതത്തിലെ മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിന് സംരക്ഷണ ഭിത്തി നിർമ്മാണം വൈകാൻ സാധ്യത. കുന്നിനോട് ചേർന്നുള്ള 4 വീട്ടുകാരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകാൻ വൈകുന്നതാണ് പ്രധാന കാരണം. വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മുൻ MLA പ്രൊഫസർ KU അരുണൻ മാസ്റ്റർ 63 ലക്ഷവും മന്ത്രി ഡോക്ടർ R ബിന്ദു 40 ലക്ഷവും 3 മാസം മുൻപ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടും പദ്ധതി നടപ്പിലാക്കാൻ ഇതുവരെയും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പ്രൊഫസർ KU അരുണൻ മാസ്റ്റർ MLA ആയിരുന്ന സമയത്താണ് വാതിൽമാടം കോളനിയിലെ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ 63 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായെങ്കിലും കുന്നിനോട് ചേർന്നുള്ള 4 വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാതെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കഴിയില്ലെന്ന് കരാറുകാരൻ അറിയിച്ചതോടെയാണ് പ്രവൃത്തി തടസ്സപ്പെട്ടത്. തുടർന്നാണ് 4 വീട്ടുകാർക്ക് മാറി താമസിക്കുന്നതിന് സ്ഥലത്തിനും വീടിനുമായി മന്ത്രി ഡോക്ടർ R ബിന്ദു 10 ലക്ഷം രൂപ വീതം അനുവദിക്കുകയും വീട് വെക്കുന്നതിനുള്ള സ്ഥലം കുഴിക്കാട്ടുകോണത്ത് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്നതിനും ഈ ഭൂമിയിൽ പരമാവധി വേഗതയിൽ വീട് പണി പൂർത്തിയാക്കുന്നതിനും പണി തീരുന്നതുവരെ താൽക്കാലിക സുരക്ഷിത സംരക്ഷണം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനും കൗൺസിൽ യോഗം തീരുമാനിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ല. ഓരോ വീട്ടുകാർക്കും രജിസ്ട്രേഷനും മറ്റുമായി 50,000 രൂപ വീതം വേണമെന്നാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ 4 കുടുംബങ്ങളുടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കുമായി വാർഡ് കൗൺസിലർ ലേഖയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുകയാണ്. ഒക്ടോബർ മാസത്തോടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടയിലാണ് കഴിഞ്ഞ ജൂണിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വാതിൽമാടം കോളനി സന്ദർശിക്കുന്നതിനിടയിലാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കുന്ന് കണ്ട് അതിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ തുക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തത്. അടിയന്തരമായി 50 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടറെയും പ്ലാനിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട് തുക അനുവദിക്കുന്നതിനുള്ള നടപടികളെടുക്കാൻ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് സുരേഷ് ഗോപി നിർദ്ദേശം നൽകിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കാലങ്ങളായി മണ്ണിടിച്ചിൽ നേരിടുന്ന സ്ഥലമായതിനാൽ സംരക്ഷണ മതിൽ നിർമ്മിക്കുന്നതിനുള്ള MP ഫണ്ടിൽ നിന്നും ലഭിക്കുന്നതിനുള്ള നിയമ നടപടിയും ഭരണാനുമതിയും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ 31 വീട്ടുകാർ നഗരസഭയ്ക്ക് അപേക്ഷയും നൽകിയിരുന്നു. എന്നാൽ ഇതിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. MP ഫണ്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നായിരുന്നു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ മറുപടി. അതേസമയം നാട്ടുകാർ നൽകിയ അപേക്ഷയിൽ ഓവർസിയർക്ക് അന്വേഷണത്തിന് നൽകിയിട്ടുണ്ടെന്ന് മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞു.
കാട്ടൂരിലെ കുടിവെള്ള മലിനീകരണം സംബന്ധിച്ച് ജലവും മണ്ണും പരിശോധനയ്ക്ക് വിധേയമാക്കി. എൻവയോൺമെന്റൽ ഫോറൻസിക് അനാലിസിസ് കൂടി നടത്താൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശിച്ചു. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്തെ ജലമലിനീകരണ വിഷയത്തിൽ മണ്ണിന്റെ പരിശോധനാ ഫലം വരുന്നതുവരെ 2 കമ്പനികൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലായിരുന്നു നിർദ്ദേശം നൽകിയത്. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്ത് മലിനീകരണം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും ജലപരിശോധനയ്ക്കായി CWRDM കോഴിക്കോടിനും നിർദ്ദേശം നൽകിയിരുന്നു. കോഴിക്കോട് ജല ഗവേഷണ കേന്ദ്രം പ്രദേശത്തെ കിണറുകളിൽ നിന്നും ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങളിൽ അമിത ലോഹ സാന്നിധ്യമോ മറ്റ് അപകടകരമായ രാസസാന്നിധ്യമോ കുടിവെള്ളത്തിന് നിഷ്കർഷിച്ചിട്ടുള്ള അനുവദനീയമായ പരിധി ലംഘിച്ചതായി കാണാത്തതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ കിണർ വെള്ളത്തിൽ കാണുന്ന കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കാണുന്നത് മറ്റ് കാരണങ്ങളാലായതിനാൽ കുടിവെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കോഴിക്കോട് CWRDM പഞ്ചായത്തിന് കൈമാറിയ ജലപരിശോധനാ ഫലത്തിൽ ട്രീറ്റഡ് ഫ്ലുവൻറ്റിൽ സിങ്ക്, കെമിക്കൽ, ഓക്സിജൻ ഡിമാൻഡ് എന്നീ ഘടകങ്ങൾ കൂടുതലായി കാണുന്നുണ്ട്. അതിന്റെ കൃത്യമായ സ്രോതസ്സും കാരണവും ശാസ്ത്രീയമായി കണ്ടെത്താനാണ് ഫോറൻസിക് പരിശോധന നടത്താനും ഫലം വരും വരെ ആരോപണ വിധേയമായ 2 സ്ഥാപനങ്ങൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കാനും നടപടികൾ സ്വീകരിച്ചതെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മിഷൻ 2025ന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നേതൃത്വ ക്യാമ്പ് KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹക്ക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NS നൌഷാദ് മാസ്റ്റർ ക്ലാസ് എടുത്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സോണിയഗിരി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TV ചാർലി, മുനിസിപ്പൽ കൗൺസിലർ ബിജു പോൾ അക്കരക്കാരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് ചാക്കോ, അസ്രുദ്ദീൻ കളക്കാട്ട്, വിജയൻ എളയടത്ത്, അഡ്വക്കേറ്റ് VC വർഗീസ്, പ്രവീൺസ് ഞാറ്റുവെട്ടി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസഫ്, മണ്ഡലം സെക്രട്ടറി സനൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. രണ്ട് ബ്ലോക്കുകളുടെയും ക്യാമ്പുകൾ വളരെ ഫലപ്രദമായി വിജയകരമായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു. അതിനുശേഷം മണ്ഡലതലത്തിൽ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ വാർഡ് പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ്, BLA, അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിലെ ഭാരവാഹികളടക്കമുള്ള ആളുകളുടെ ഒരു നേതൃത്വ ക്യാമ്പാണ് ഇന്ന് നമ്മളിവിടെ വിളിച്ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആ തെരഞ്ഞെടുപ്പിന് സജ്ജമാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വോട്ട് ചേർക്കൽ ഏകദേശം പൂർത്തിയാക്കി അതിൻ്റെ ഹിയറിംഗ് അടക്കമുള്ള പ്രക്രിയകൾ അവസാനിച്ച് എല്ലാ വോട്ടർമാരെയും വോട്ട് പട്ടികയിൽ ചേർത്തിയെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നമ്മളിവിടെ യോഗം ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് 4 മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. രണ്ടും തമ്മിൽ നമ്മളറിയാത്തൊരു കണക്ഷനുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും വലിയ കണക്ഷൻ നമുക്കുണ്ട്. ഓസ്ട്രേലിയയിലെ ടൗൺസില്ലയിൽ നടന്ന ഇന്ത്യ ഫെസ്റ്റ് 2025നോടനുബന്ധിച്ച് കൊരുമ്പ് മൃദംഗ കളരിയിലെ വിദ്യാർത്ഥികളടക്കം പങ്കെടുത്ത കരോക്കെ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. ആദ്യമായിട്ടാണ് കരോക്കെ സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നത്. ഇരിങ്ങാലക്കുട കൊരുമ്പ് മൃദംഗ കളരിയിലെ 22ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് വായിച്ച മൃദംഗ താളത്തിന്റെ ദൃശ്യ ശബ്ദാവിഷ്കാരത്തിന്റെ ഒപ്പമാണ് ടൗൺസില്ലയിലെ ഇന്ത്യ ഫെസ്റ്റ് 2025 മധു മേനോൻ പുല്ലാങ്കുഴലിലും ജോയ് തേരുള്ളി തബലയും വായിച്ച് സംഗീത കച്ചേരി അവതരിപ്പിച്ചത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 22ഓളം വിദ്യാർത്ഥികളാണ് മൃദംഗ വാദനത്തിൽ പങ്കെടുത്തത്. ഇത്രയും കൊച്ചുകുട്ടികളുടെ മൃദംഗ വായന പ്രേക്ഷക മനസ്സ് കീഴടക്കി. വ്യത്യസ്ത മനോധർമ്മങ്ങളും താളവേഗതയും കണക്കാക്കി മൃദംഗം വായിച്ച് റെക്കോർഡ് ചെയ്ത് കരോക്കയുടെ ഒപ്പമാണ് ടൗൺസില്ലയിൽ പുല്ലാങ്കുഴൽ കച്ചേരി ലൈവായി ചെയ്തത് പ്രേക്ഷകരിൽ അത്ഭുതമുളവാക്കി. അരമണിക്കൂറോളം നീണ്ടുനിന്ന പരിപാടിക്ക് കൊരുമ്പ് വിക്രമൻ നമ്പൂതിരി ഓൺലൈനായി നേതൃത്വം നൽകി.